ഹെൻറിയുടെ ഷോർട്ട് സ്റ്റോറിയുണ്ട് ദ ഗിഫ്റ്റ് ഓഫ് മാഗി. 1905 ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച സ്റ്റോറിയാണിത്. ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് സിനിമകൾ 1909 മുതൽ 2015 വരെ പല വേർഷൻസുകളിൽ പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഋതുപർണ ഘോഷ് റെയിൻകോട്ടൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എടുത്ത സിനിമയാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ശരിക്കും സംഭാഷണത്തെ തന്നെ കഥയാക്കുന്ന സംവിധായകൻ സ്റ്റീഫൻ നൈറ്റിൻ്റെ ലോക്ക് എന്ന സിനിമ 2013 ആ സിനിമയുടെ ഒരു കാതലാണ് ഈ സിനിമ ഫോളോ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നുന്നു. കാര്യം ഈ രണ്ട് സിനിമകളുടെയും ബേസിക് പ്രമേയങ്ങൾ, ഇപ്പം ദ ഗിഫ്റ്റ് ഓഫ് മാഗിയുടെ ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് സാക്രിഫൈസ് ആണ്. അതുപോലെ ലോക്കിൻ്റെ പ്രമേയം ശരിക്കും ഒരു എൻജിനീയറുടെ ലൈഫ്, പ്രത്യേകിച്ച് ഒരു കാർ യാത്രക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഫോൺ കോളുകളിലൂടെ തുടർച്ചയായി ആൾക്കാരുമായിട്ട് സംവേദിക്കുന്നതും അതുപോലെ അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കൃത്യമായി ഇൻക്ലൂഡ് ചെയ്യുന്നതുമൊക്കെയാണ് ആ സിനിമയുടെ പ്രമേയം. ശരിക്കും ഈ മിണ്ടിയും പറഞ്ഞു വന്ന അരുൺ ബോസിൻ്റെ ഏറ്റവും പുതിയ സിനിമ, സലീം അഹമ്മദാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പം ഈ സിനിമ ശരിക്കും കോൺവെർസേഷണൽ രീതികളെ ആണ് ഫോളോ ചെയ്യുന്നത്. ശരിക്കും നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇവർ ഈ കഥ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ കഥാപാത്രങ്ങളാണ് ഇതിൻ്റെ ഗംഭീരമായിട്ടുള്ള ഇതിനെ എലവേറ്റ് ചെയ്യുന്നത്. കാര്യം പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സിറ്റുവേഷനുകളിലൊക്കെ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ഇത് പ്രേക്ഷകരുമായിട്ട് സംവേദിക്കുക എന്നുള്ളതാണ്. ഈ സംവേദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ മണ്ണിൻ്റെ മണമുള്ള കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ മലയാളത്തിൽ ഇപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും കണ്ടെത്തുക ഭയങ്കരം അപ്രാപ്യമാണ്. പക്ഷേ ഈ സിനിമ അതിനോട് പൂർണ്ണമായ നീതി പുലർത്തി, അല്ലെങ്കിൽ അതിലെ ഏറ്റവും മനോഹരമായി ക്യാരക്ടേഴ്സിനെ എഴുതി മനോഹരമാക്കി പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിനെ ഇവർ നന്നായി ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഈ മൃദുൽ ജോർജും അരുൺ ബോസും തിരക്കഥയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കണം. കാര്യം ഇങ്ങനെയുള്ള സിനിമകളൊക്കെ പലപ്പോഴും പ്രേക്ഷകരിലേക്കൊരു ആത്മബന്ധം സ്ഥാപിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഒരു കോസ്മിക് ഐറണി എന്ന് തോന്നുന്നു. കാര്യം ഇത് പ്രേക്ഷകരുമായിട്ട് പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവും തുടങ്ങുമ്പം തന്നെ. ഈ സിനിമയുടെ ഒരു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഉണ്ണിമൂന്നനാണ്. ഉണ്ണിമൂന്നൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സനൽ എന്നാണ്. അതുപോലെ അപർണ മുരളി ലീന എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും ഉണ്ണിമൂന്നൻ്റെ ക്യാരക്ടർ ഗൾഫിൽ ജോലി ചെയ്യുന്ന ബിസിനസ് നടത്തുന്ന ആളാണ്. നിലവിൽ നാട്ടിലെ പ്രാരാബ്ദം പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ വലിയൊരു പ്രോജക്റ്റ് അസൈൻമെൻറ്റ് ചെയ്യേണ്ട ദിവസത്തിൽ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വരുന്നതാണ് ഈ സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം തിരിച്ച് മൂവാറ്റുപുഴയിൽ വന്നതിന് ശേഷം അമ്മയും സിസ്റ്ററിനെയൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് ഇടുക്കിയിലെ ഹൈറേഞ്ച് ഏരിയയിലേക്ക് വൈഫിൻ്റെ അടുത്തോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം ഈ ഫോണുകളിലൂടെ തുടർച്ചയായി സംഭാഷണങ്ങൾ വൈഫുമായിട്ട് നടത്തുന്ന ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തിൻ്റെ എല്ലാവിധ വികാരങ്ങളെയും കൃത്യമായ അളവിൽ സന്നിവേശിപ്പിക്കുന്ന ഒരു സിനിമയാണിത്. പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ സംഭാഷണങ്ങൾ ഇവർ പറയുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങളെ ഈ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ ഇവരുടെ നോൺ ലീനിയറായിട്ട്, ശരിക്കും ഈ കഥയ്ക്കൊപ്പം നോൺ ലീനിയറായിട്ട് ഇവരുടെ അറ്റ് പ്രസൻറ്റിൽ നടക്കുന്നതിനൊപ്പം പഴയ കാലവും ഗംഭീരമായിട്ട് അവർ ഓരോരോ സിറ്റുവേഷനുകളിൽ അത് കൃത്യമായി കണക്ട് ചെയ്താണ് സിനിമ അതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇത് ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പടമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ വിഷ്വൽസൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഇത് മധു അമ്പാട്ടിൻ്റെ ക്യാമറ വർക്കാണ്. അത് എടുത്തു പറയേണ്ടതാണ്. കാര്യം ശരിക്കും മധു അമ്പാട്ടിനെ പോലുള്ള സീനിയർ ആയിട്ടുള്ള ഒരാൾ വന്നു കഴിയുമ്പം അവർ കൊണ്ടുവരുന്നൊരു ഫ്രെയിം വർക്കൊക്കെ ഉണ്ട് നേച്ചറിൻ്റെ. പ്രത്യേകിച്ച് ഈ പറമ്പ്, ഇടവഴികൾ, സ്റ്റെപ്പുകൾ, അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൻ്റെ ഒരു പച്ചപ്പ്, അല്ലെങ്കിൽ ഈ സംഭാഷണങ്ങളെ ബ്രേക്ക് ചെയ്യുന്നില്ലാത്ത ഒരു ക്യാമറ വർക്കുണ്ടല്ലോ, അത് പുള്ളിയുടെ ഒരു ആർട്ടിസ്റ്റിക് മേസ്ട്രി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പെടാം. മധു അമ്പാട്ടിൻ്റെ ബെസ്റ്റ് വർക്കാണിത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും ഗംഭീര പ്രകടനമാണെന്ന് നമ്മൾ പറയുകയുണ്ടായി. എന്നാലും ഇതിനകത്ത് ചില മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അപർണയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്, വീടിൻ്റെ വാതിക്കലുള്ള മരങ്ങളും ചെടികളും ഒക്കെ കാണുമ്പോൾ അച്ഛനെ അമ്മയൊക്കെ ഓർമ്മ വരുന്നു. പ്രത്യേകിച്ച് ഒരു ഇടുക്കി ഫ്ലേവറുള്ള ആൾക്കാരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സിംബോളിസമൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ജാഫർ ഇടുക്കിയുടെ ക്യാരക്ടർ അതൊരു സിമട്രിയുടെ വാതിൽക്കൽ വെച്ച് അപർണയായിട്ട് നടന്നു പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, മോളെല്ലാം അമ്മയോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനെല്ലാം എന്ന് പറയുമ്പോൾ അതിനുശേഷം പുള്ളി പറയുന്നുണ്ട്, എന്തിനാണ് ഇതിപ്പോൾ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. വീടും സ്ഥലമൊക്കെ മോക്ക് എഴുതി കൊടുക്കുന്ന ഒരു സീക്വൻസിൻ്റെ ആ ഒരു കാര്യം പറയുമ്പോൾ, എന്തിനാ അച്ഛൻ ഇതിപ്പോൾ ചെയ്തതെന്ന് ചോദിക്കുമ്പം അല്ല എന്ന് അച്ഛൻ പറയുന്ന ഒരു ഭയങ്കരമായ ഒരു ഇമോഷണൽ
അതൊക്കെ സിനിമയിൽ എത്രത്തോളം ഭംഗിയായിട്ട് അവതരിപ്പിക്കാവോ അത് ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ സൂരജ് കുറുപ്പാണ് ഇതിൻ്റെ ഗാനങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. 3 ഗാനങ്ങൾ, ഒന്ന് അപർണ പാടിയ ഒരു ഗാനമുണ്ട്, ഇതളെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം, സിനിമയായിട്ട് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഗാനമാണ്. അതുപോലെ ഷഹവാസ് സബാൻ പാടിയ മരുഭൂമിയിൽ എന്ന് തുടങ്ങുന്ന ആ ഒരു സോങ്ങും പ്രത്യേകിച്ച് ഭയങ്കര രസമുള്ളതാണ്. സുജേശ്വരിയാണ് ഇതിൻ്റെ ലിറിക്സ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ മൃദുല പാടിയ ഒരു ഗാനവും കൂടിയുണ്ട്, അതും സൂരജും മൃദുലയും പാടിയ ഗാനം, അതും ഇതിനകത്ത് സിനിമയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ നോക്കി ഇതൊരു പ്യുവർ IFFK മെറ്റീരിയൽ എന്നൊക്കെ നമുക്ക് പ്രേക്ഷകരോട് പെട്ടെന്ന് പറയാൻ പറ്റും. കാര്യം ഇതിങ്ങനെയുള്ള സിനിമകളെ സാധാരണ നമ്മൾ IFFKയിലൊക്കെയാണ് സാധാരണ കാണുന്നത്. പക്ഷേ ഇതൊരു അണ്ടർറേറ്റഡ് സിനിമയായിട്ടൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും പറയാനും പറ്റത്തില്ല. പക്ഷേ പത്മരാജൻ്റെ വാക്കുകളൊക്കെ എടുത്ത് നമ്മൾ പറയുമ്പോൾ ചിലപ്പം ഒരു പുതിയ തലമുറ വേണം ഇങ്ങനെയുള്ള സിനിമകളെ സ്വീകരിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ വേണ്ടി വരുന്നത്. ചിലപ്പം ഇത് ശരിക്കും സാക്രിഫൈസിൻ്റെ കഥയാണെന്ന് നമ്മൾ പറയുമ്പോഴും സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇങ്ങനെയുള്ള സിനിമകൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇത് കണക്ട് ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഈ സിനിമയിൽ നന്നായിട്ട് അവർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിൽ പോലെ ഇടുക്കി ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ്, അതൊക്കെ ഇതിനകത്ത് അവർ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മഴ ഭയങ്കര മുഖ്യ ഘടകമായി മാറുന്നു. പ്രത്യേകിച്ച് സിനിമയിലെ ലൈഫ് ടേണിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സിലൊക്കെ ഇത് ഭയങ്കര ബന്ധപ്പെടുന്നു. അതുപോലെ പേടിയെ ഒരു വലിയൊരു ഫാക്ടറായിട്ട്, പ്രത്യേകിച്ച് ഇതിങ്ങനെ പ്രത്യേകിച്ച് വുമൺ ക്യാരക്ടേഴ്സിനൊക്കെ ഉണ്ടാകാവുന്ന ഒരു പ്രത്യേകതയാണ്. അതൊക്കെ അവർ ഇതിനകത്ത് നന്നായിട്ട് അതിൻ്റെ ഫീലിങ്സ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഉണ്ണിമൂന്തൻ്റെ പല ക്യാരക്ടേഴ്സും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഉണ്ണിയൊക്കെ വളരെ സെറ്റൈലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപർണ ബാലമുരളിയെ സംബന്ധിച്ചിടത്തോളം ഇത് പുള്ളിക്കാരിയുടെ ടെറൈനാണ്, പ്രത്യേകിച്ച് ഇടുക്കി ബേസ് ചെയ്ത ക്യാരക്ടറാണ്. അത് പുള്ളിക്കാരിയുടെ ബോഡി ലാംഗ്വേജിലും ആറ്റിറ്റ്യൂഡ്സിലും സംഭാഷണങ്ങളിലും പ്രത്യേകിച്ച് ഇവർ ഈ ഒരുതരം മൂവ്മെൻറ്റ്സ് എപ്പോഴും ഇവരുടെ കാര്യങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ജാഫർ ഇടുക്കിയുടെയൊക്കെ പല കഥാപാത്രങ്ങളും നമ്മൾ പെട്ടെന്നൊരു നമ്മളെ തന്നെ ചില വെറുപ്പിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലൊക്കെ അദ്ദേഹം ചെയ്തിരിക്കുന്ന പെർഫോമൻസൊക്കെ ഗംഭീരമാണ്. അതുപോലെ തന്നെ മാലാപർവതി, RJ വിനീത, അതുപോലെ RJ മുരുകൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ജൂഡ് ആൻ്റണി ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സുകൾ രസമാണ്. ജൂഡ് ആൻ്റണിയുടെ ക്യാരക്ടറൊക്കെ ഇതിനകത്ത് ഓർത്തിരിക്കുന്ന ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഒരു കടക്കാരൻ ചേട്ടനെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരുന്നു. അദ്ദേഹത്തിൻ്റെ റോള് ഗംഭീരമാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു ശൈലികളൊക്കെ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഈ ആതിര രാജേഷ് അവരൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അത് ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. ഈ നമ്മുടെ അപർണയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു തൊട്ടടുത്തുള്ള അയൽപക്കക്കാരി ഉള്ളൊരു കുട്ടിയുടെ ക്യാരക്ടർ. പക്ഷേ പുള്ളിക്കാരുടെയൊക്കെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഇതിനകത്ത് ഗംഭീരമായിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. ഓവറോൾ മണ്ണിൻ്റെ മണമുള്ള ക്യാരക്ടറുകളെ ഫീൽ ചെയ്യുന്ന സിനിമകൾ നമുക്ക് മലയാളത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലുള്ളൊരു സിനിമയ്ക്ക് തീർച്ചയായും കൈയടിക്കാം. കാര്യം ഇതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാര്യം ഇങ്ങനെയുള്ള സിനിമകൾ വന്നാലേ ഉള്ളൂ. ഇപ്പം ഇത്തിരി നേരവും ഉള്ളൊഴുക്കും ഒക്കെ കണ്ട പ്രേക്ഷകർക്ക് ഇങ്ങനെയുള്ള സിനിമകൾ തീർച്ചയായും ഇഷ്ടപ്പെടും. പക്ഷേ ഇത് ഒരു തിയേറ്റർ പ്യുവർ വാച്ച് ജെൻസിക്ക് വാച്ചിങ് എന്നൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് അവകാശപ്പെടാൻ പറ്റത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് വർക്ക് ചെയ്ത സിനിമയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ടിക്കറ്റ് എടുക്കാം, കാണാം. അത് എല്ലാ കേരളത്തിലെ തിയേറ്ററുകളിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. ഇത് കൂടുതൽ മുമ്പോട്ട് പോകുമോ എന്നുള്ളതൊന്നും നമുക്കൊരു പ്രതീക്ഷകൾ ലഭിക്കുന്നില്ല. പക്ഷേ എന്നാലും തീർച്ചയായും നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്ന സിനിമയാണ്.